നല്ല റോളുണ്ട്. നല്ല റോളെന്ന് വെച്ചാൽ നന്ദി പറയാത്ത അത്രയും വലിയ റോളൊക്കെ ഉണ്ട് അതിൽ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിസർവേഷൻ എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംശയം മാറുന്ന എനിക്ക് തോന്നണം. ഹിസ്റ്ററി പോലെ കൂടുതൽ കുട്ടികളും ക്വാളിഫൈ ചെയ്യാൻ ടഫാണ് എന്ന് പറയാറുള്ള സബ്ജക്റ്റിൽ ഇപ്രാവശ്യം JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു എയ്ഫ്രൈറ്റുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള കൃഷ്ണജിത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ കൃഷ്ണജിത്ത്, നമ്മൾ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി ഹിസ്റ്ററി സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഹിസ്റ്ററി നല്ല ടഫാണ്, ഹിസ്റ്ററി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻസിൻ്റെ ഒരു നോഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയും എണ്ണം ഇങ്ങനെയാണ്, കറക്റ്റാണ്, എന്നാലും സാറേ ഹിസ്റ്ററി എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ഹിസ്റ്ററിയിൽ JRF നേടിയിട്ടുള്ള കൃഷ്ണജിത്തിനോട് അതിന് ചോദിക്കാറില്ല, അങ്ങനെ ഹിസ്റ്ററി ഭയങ്കര ടഫാണ് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? ഹിസ്റ്ററി നമ്മൾ കുറച്ച് സബ്ജക്റ്റുകളാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാറുള്ളത് അല്ലേ. ഹിസ്റ്ററി, പൊളിറ്റിക്സ് സയൻസ്, അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ള സബ്ജക്റ്റുകൾ. പക്ഷെ അതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു സിലബസ് കവറേജ് തന്നെയായിരിക്കും. സിലബസ് കുറേ ഉണ്ട് എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ കൃത്യമായിട്ട് കോച്ചിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ PYQ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇത് കിട്ടാൻ നല്ല സാധ്യതയുള്ളതാണ്. പിന്നെ ക്വാളിഫൈ ചെയ്യാവുന്ന ഒരു സാധനം തന്നെ അല്ലേ. പക്ഷേ ഹിസ്റ്ററിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നം എന്നല്ല, ഓരോ സബ്ജക്റ്റുകൾക്ക് ഓരോരോ പെക്യുലാരിറ്റി ഉണ്ടാവും. ഹിസ്റ്ററിയുടെ ഒരു പെക്യുലാരിറ്റി ഇത് ഭയങ്കര വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ ഈ വാസ്റ്റ് സബ്ജക്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തുടങ്ങുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്, ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം 2, 3, 4 അറ്റംപ്റ്റ് ഒക്കെ എടുത്ത് പഠിച്ച് റെഡിയായവർക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ആൻഷ്യൻ തുടങ്ങണം, മോഡേൺ തുടങ്ങണം, മിഡീവൽ തുടങ്ങണം, ഒക്കെ എല്ലാ അർത്ഥത്തിലും കൺഫ്യൂഷനാണ്. അപ്പം ഒരു നമ്മൾ ഇൻ്റർവ്യൂ കാണുന്ന ഒരു ഫ്രഷർ ഇൻ ദ സെൻസ് ഇൻ ടേംസ് ഓഫ് UGC നെറ്റ് എക്സാം ഫ്രഷർ ആയിട്ടുള്ള ഒരാളോട് എവിടെ നിന്ന് ഹിസ്റ്ററി തുടങ്ങണം, എന്താണ് കൃഷ്ണജിത്തിൻ്റെ ടേക്ക്? ഇതേ ചോദ്യം എനിക്ക് ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്തത് തന്നെ. പക്ഷെ PYQ അനലൈസ് ചെയ്യാൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. PYQ തന്നെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. PYQ കുറേ ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജി ഉണ്ടാക്കാൻ തന്നെ PYQ തന്നെ മതി. PYQയിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചും പോകാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ ഒരു കാര്യം പറയാം. അപ്പോൾ അതിൽ റിപ്പീറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നിരന്തരം വരുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. അതിൽ നമ്മൾ PYQ അനലൈസ് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ഉള്ള 6 വേദാങ്കാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് എപ്പോഴും ചോദിക്കുന്നു, എല്ലാത്തിലും ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെ. അപ്പം അത് അതേപോലെ തന്നെ പഠിച്ചു പോയാൽ എളുപ്പമായി. പിന്നെ പറയാനുള്ള വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് 2019 NTA ഏറ്റെടുത്തത്. NTA ഏറ്റെടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻസിൽ നല്ല രീതിയിൽ വ്യത്യാസം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പൊളിറ്റിക്സ് ഒക്കെ വന്നിട്ടുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും റൈറ്റ് വിങ് ലീഡേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് കൂടുതൽ എണ്ണം കൂടുക, അങ്ങനത്തെ റീജിയണൽ ആയിട്ടുള്ള ഡൈനാസ്റ്റികളുടെ എണ്ണം കൂടുക, ക്വസ്റ്റ്യൻസ് കൂടുക. അപ്പോൾ അത് എല്ലാം PYQ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ PYQ വെച്ചിട്ട് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നതാണ് ഒരൊറ്റ കാര്യം മാത്രം. അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ഒരു ട്രെൻഡ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 1, 2 അറ്റംപ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കാൻ തന്നെ 2, 3 അറ്റംപ്റ്റ് എടുത്തു. ആ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു. മ്യൂസിക് റിലേറ്റഡ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഓപ്ഷനിൽ വന്നൊരു ഇതാണ്, ആ മ്യൂസിക് റിലേറ്റഡ് ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന വേറെയും പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഗ്വാളിയോറിൻ്റെ ചരിത്രം, താൻസൻ്റെ ചരിത്രം, അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് പെരിമീറ്റർ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലൊരു അറ്റംപ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാം വായിക്കാൻ പറ്റുക ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉപീന്ദർ സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഏൻഷ്യൻ്റ് ആൻഡ് ഏർലി മീഡിയവൽ ഓഫ് ഇന്ത്യയിൽ പറയാറുള്ളത്. അതും വായിച്ച് തുടങ്ങിയാൽ തന്നെ അപ്പം തന്നെ ബോറടിക്കും. അപ്പോൾ പിന്നെ അതിന് വേറൊരു ടെക്നിക്ക് കണ്ടുപിടിക്കണം. ഏതെങ്കിലും ക്വസ്റ്റ്യന് ഇഗ്നു മെറ്റീരിയലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇഗ്നു മെറ്റീരിയൽ ഞാൻ എനിക്ക് അറിയുമെന്ന് വെച്ചാൽ അതും വായിക്കാൻ വളരെ ബോറിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ചും കൂടെ ടെക്നിക്കൽ AI സപ്പോർട്ടോടുകൂടി നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള LM ഉണ്ട്, ലാംഗ്വേജ്. അതിൽ PDF ഇട്ട് കൊടുത്താൽ അവർ വോയിസ് ആയിട്ട് തരും. വോയിസ് ആയിട്ട് അല്ലെങ്കിൽ സ്ലൈഡ് ആയിട്ടെങ്കിലും തരും, ചുരുക്കിയെങ്കിലും തരും, അല്ലെങ്കിൽ ക്യൂസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കവർ ചെയ്യാൻ കുറേ മെറ്റീരിയൽസ് ഞാൻ അങ്ങനെയാണ് കവർ ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ടാക്ടിക്സ് ഉപയോഗിച്ചാൽ ഓക്കെ. ഇത് തന്നെ ഹിസ്റ്ററിയിലെ ഇപ്പോൾ റീസെൻ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ക്രോണോളജി ഇമ്പോർട്ടൻ്റ് ആയി വരുന്നുണ്ട്. ഹിസ്റ്ററിയിൽ അത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈവൻ ദോ UGC ചെയർമാനൊക്കെ
ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കും, ഇനി ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കമ്മിങ് ടു ദ എക്സാം എഗെയിൻ എ ലോട്ട് ഓഫ് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഹിസ്റ്ററിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ക്രോണോളജി ക്വസ്റ്റ്യൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം, എങ്ങനെയാണ് കൃഷ്ണജിത്ത് അതിൽ വർക്കൗട്ട് ആയത്? ക്രോണോളജിയിൽ വർക്കൗട്ട് ആയത് ഒന്നാമത് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിട്ട് ഒരു 4-5 അറ്റംപ്റ്റ് ആയി. അപ്പം അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ലേണിംഗ് ഉണ്ട്. അതിൽ തന്നെ A4 പഠിക്കുന്ന സമയത്ത് തന്നെ ആഷിഖ് സാർ ഒരു ഇടയ്ക്കിടയ്ക്ക് എന്താ ക്രൊണോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇട്ട് തരും. അതൊരു കഥ പോലെ സീക്വൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏൻഷ്യൻ്റ് നമ്മുടെ അലക്സാണ്ടറിൻ്റെ വരവോട് കൂടിയുള്ളൊരു ചെയിൻ പോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ആ ഒരു ഇയർ ഓർത്ത് വെച്ചാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വായിക്കുമല്ലോ, അത് ഇതിൻ്റെ ഒപ്പമാണല്ലോ, ഇതിലേക്ക് ചേർത്ത് വായിക്കാമല്ലോ എന്നൊരു കണക്ഷൻ ഉണ്ടാക്കുക മാത്രമാണ് ഒരു വഴിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പിന്നെ വേറൊരു വഴി എന്താണ്, വേറൊരു വഴി നമുക്ക് നമ്മുടെ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഥ പോലെ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ PYQ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ക്രോണോളജിക്കലി അതേപോലെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാമിൻ്റെ ഒരു ഉദാഹരണം, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായ ഫാമിൻ അല്ലെങ്കിൽ മുഗൾസിൻ്റെ സമയത്തുണ്ടായ ഫാമിൻ്റെ പേരും ഇയറും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 3-4 പ്രാവശ്യം അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം ക്രോണോളജിക്കലി ചോദിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കുക സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. അപ്പം അത് തന്നെ പഠിച്ച് PYQ അത് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴേലും ഉപകാരപ്പെടുന്നുള്ളൊരു ഉറപ്പാണ്. അതേ സംഭവം തന്നെയാണ് വേറെ ക്വസ്റ്റ്യൻസ്. കുറേ കാര്യങ്ങൾ PYQ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. ഇപ്പോൾ കൃഷ്ണജിത്ത് പറഞ്ഞു മൾട്ടിപ്പിൾ ടൈം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ 4th or 5th അറ്റംപ്റ്റിലാണ് ചെയ്തത്. അപ്പോൾ മുമ്പത്തെ അറ്റംപ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇപ്രാവശ്യം എക്സ്ട്രാ ചെയ്തത്? ഇപ്പോൾ ഞാനിപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അറ്റംപ്റ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചില മിസ്റ്റേക്കുകൾ റിയലൈസ് ചെയ്യാൻ അവർ ടൈം എടുത്തു, പിന്നെ റിവിഷൻ, ഇങ്ങനെ പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ മുൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാത്തൊരു എക്സ്ട്രാ അടിച്ച് അല്ലെങ്കിൽ ഇപ്രാവശ്യം JRFലേക്ക് എത്താൻ അതൊരു കേവലം ക്യുമുലേറ്റീവ് ആയിരുന്നോ അല്ലെങ്കിൽ മുമ്പൊക്കെ സംഭവിച്ചു എന്ന് ഇപ്പം തോന്നുന്നു? എന്ത് മാറ്റമാണ് പ്രിപ്പറേഷനിൽ വരുത്തിയത്? പ്രിപ്പറേഷനിൽ മാറ്റിയത് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചു. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. അത് തന്നെയാണ്, അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോളേജിൽ പഠിപ്പിക്കണമുണ്ട്, ഒരു നെറ്റ് കോച്ചിങ് കൊടുക്കുന്നുമുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വീക്ക്ലി ക്ലാസ്സും ഉണ്ട്. അത് 3 തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വഴിക്കുണ്ട്. പിന്നെ അത് പഠിക്കണതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുക. അത് പേപ്പർ 2 മാത്രമാണല്ലോ ആയത്. പിന്നെ പേപ്പർ 1 ആണ് ശ്രദ്ധ കൊടുക്കുന്നത്. പേപ്പർ 1 കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടി വന്നു. അത് പഠിപ്പിക്കാൻ അത്ര അധികം പറ്റില്ല. അതിലും തന്നെ നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാം. ഹിസ്റ്ററി ആണല്ലോ, ഹിസ്റ്ററി ആകുമ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതെല്ലാം ഹിസ്റ്ററി റിലേറ്റഡ് ആണല്ലോ. അത് എപ്പോഴേലും പഠിച്ചാലും ഏതിനു വേണമെങ്കിലും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വരുന്നൊക്കെ. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുക, അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. പിന്നെ വരണത് സിലബസ് കവറേജാണ്. അപ്പോൾ പഠിക്കാൻ സമയമില്ല. ഈ കോളേജിൽ പഠിപ്പിക്കാനുള്ള അത് മാത്രമേ പഠിക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ LLM ഒക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഇഗ്നുവിൻ്റെ മെറ്റീരിയൽസൊക്കെ, അതുപോലെ തന്നെ SGOയുടെ മെറ്റീരിയലുണ്ട്. ഇഗ്നുവിനോട് ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ. അതും ഓൺലൈനിൽ ഈസിലി അവൈലബിൾ ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതും വായിക്കുക, അതും ക്ലിയർ. അതൊക്കെ ഒരു എളുപ്പ വഴിയാണ്. പുസ്തകങ്ങൾ വായിക്കാൻ കുറച്ചും കൂടെ വൈഡായിട്ടാണ് ഒരു പുസ്തകങ്ങൾ കയറി ചെയ്യുന്നത്. ഉപീന്ദർ സിംഗിൻ്റെ പുസ്തകമായാലും പ്ലാസി ടു പാർട്ടീഷൻ, ശേഖർ ബന്ദോപാധ്യായുടെ ആയാലും അതൊക്കെ ഭയങ്കര കുറേ വൈഡായിട്ടാണ്. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും അതിനകത്ത് വരും. അടിപൊളി പുസ്തകം തന്നെയാണ്, പക്ഷെ എന്നാലും ആവശ്യമില്ലാത്തൊക്കെ കുറേ വരുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു 2 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പം A4ലും ഹിസ്റ്ററിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസാണ്, നെറ്റിൽ നിന്ന് ആ JRFലേക്ക് ജമ്പ് ചെയ്യാൻ പലരെ കൊണ്ടും പറ്റുന്നില്ല. എന്താ അറിയില്ല, ഞാൻ കൂടുതൽ ഹിസ്റ്ററിയിലാണ് അത് കണ്ടിട്ടുള്ളത്. ഐ മീൻ ഒരുപാട് മൾട്ടിപ്പിൾ ടൈം 2 times 3 times 4 times 5 times 6 times നെറ്റ് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു JRF എന്നുള്ള ജമ്പ് സാധിക്കാത്ത ഒരുപാട് ഇഫറേറ്റ്സിനെ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹിസ്റ്ററിയുടെ നെറ്റ് പ്രിപ്പറേഷനേക്കാളേറെ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എഫേർട്ടോ അതിൻ്റെ JRF പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ കൃഷ്ണജിത്തിൻ്റെ ടേക്ക് എന്താണ്? അപ്പോൾ കാരണം നിങ്ങൾ ഓൾറെഡി നെറ്റ് കിട്ടിയ ഒരാളാണ്, ആ നെറ്റ് കിട്ടിയതിന് ശേഷം JRFലേക്ക് ജമ്പ് ചെയ്താണ്. അവിടെ ഒരു പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മാറ്റം, അതോ ഇറ്റ് വാസ് കേവലം ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് തന്നെയായിരുന്നു? ക്യുമുലേറ്റീവ് എഫക്റ്റിനുപരി കൃത്യമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഇന്ന മാർക്ക് വേണം നമുക്ക് നോക്കുമല്ലോ. ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസാണ് ഇതിലുള്ള പേപ്പർ 1ലുള്ള. അതിലൊരു 40 എണ്ണം ആൻസർ ശരിയാക്കാൻ പറ്റിയാൽ
നെറ്റ് എന്തായാലും അഷ്വേർഡ് ആണെന്നൊക്കെ പറയാറുണ്ട്, സാറിൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട് അല്ലേ. പിന്നെ പേപ്പർ 2ൻ്റെ ടെൻഷൻ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ നെറ്റിൽ നമുക്ക് കിട്ടിയതിൽ എത്രയാണ് പേപ്പർ 1 പേപ്പർ 2ലും കിട്ടിയെന്ന് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് കഴിച്ചതെന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. പേപ്പർ 2ൽ തന്നെയായിരിക്കും കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരിക എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയുടെ കേസിൽ. പേപ്പർ 2ൽ ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. അത് നമ്മുടെ പേപ്പർ 1ൽ ആക്കിയാലും പേപ്പർ 1ൽ കുറച്ചും കൂടെ എഡ്ജ് കൊടുത്ത് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാർക്ക് പോരുമല്ലോ. അപ്പോൾ പേപ്പർ 1ൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ JRFൻ്റെയും സാധ്യത കൂടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഇതിനു വേണ്ടി എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ മാർക്ക് അനലൈസ് ചെയ്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള. ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടുള്ള ഒരു എയിം എന്ന് വെച്ചാൽ പേപ്പർ 1ന് ഒരു 40 എണ്ണമെങ്കിലും ശരിയാക്കാം. അപ്പോൾ 40 എണ്ണാകുമ്പോൾ 80 മാർക്കായി. പിന്നെ വേണ്ടത് ഒരു 210 ഏകദേശം പറയാറുള്ളത് JRFന്, ഏകദേശം ജനറൽ കാറ്റഗറി ഏകദേശം അതാണ് പറയാറുള്ളത്. അപ്പോൾ 210 ഒരു 215 വയ്ക്കുമ്പോൾ ബാക്കി എത്ര വേണം? ഒരു 80 കഴിഞ്ഞാൽ ഒരു 140 മതിയാവുമായിരുന്നു. 140 വേണ്ട. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ? 70 ക്വസ്റ്റ്യൻ വേണം. അപ്പോൾ 70ഉം 40ഉം കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബെനിഫിറ്റ് ആവും. അതായത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു നമ്പറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവുക അല്ലേ, ഏകദേശം ഇത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിൽ തന്നെ കുറേയൊക്കെ ലോജിക്ക് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. പേപ്പർ 2ൽ ലോജിക്ക് വെച്ച് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം റിപ്പീറ്റേറ്റീവ് ആണ്. PYQൽ തന്നെ ചോദിച്ചിട്ടുള്ള 80% ചോദ്യമാണ് എനിക്ക് 100% ഉറപ്പാണ്. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അത് തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ കിട്ടുമല്ലോ. ഓക്കെ ഓക്കെ. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ? കൃഷ്ണ, ഞാൻ നോർമലി കാറ്റഗറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നാലും ഞാൻ റീസെൻ്റ്ലി റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് ഇഫ്രൈറ്റ്സ് പറയുന്ന ഒരു മെയിൻ കൺസേൺ ആണ്. സ്പെസിഫിക്കലി ജനറൽ കാറ്റഗറിയിൽ മാഷെ ഞാൻ ജനറൽ കാറ്റഗറിയാണ്, എന്നെക്കൊണ്ട് പറ്റൂല, എക്സ് കാറ്റഗറിയുടെ കട്ട് ഓഫ് ഇങ്ങനെയാണ്, വൈ കട്ട് ഓഫ് ഇങ്ങനെയാണ്, അതായാൽ എനിക്ക് കിട്ടുമായിരുന്നു, ഓക്കെ എനിക്ക് ജയിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ പഠിക്കണം മാഷെ, ഓക്കെ ഇനിയിപ്പോൾ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ അവരുടെ ഒരു ഉള്ളിലെ സങ്കടമാണ് ഈ പറയുന്നത്. ഓക്കെ, ഞാൻ റിസർവേഷൻ്റെ ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഹിസ്റ്ററിയിലേക്കോ ഡിസ്കഷനിലേക്കോ ഒന്നുമല്ല പോകുന്നത്. ഫ്രം ദ സൈഡ് ഓഫ് എൻ എയ്ഫ്രൈറ്റ് അവർക്ക് കൂടുന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ആ ഫീലിംഗ് ചിലപ്പോൾ കൃഷ്ണത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിലും ആ ഫീലിംഗ് ഫീൽ ചെയ്യുന്ന ആളുകളോട് ഓക്കെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണത്തിന് പറയാനുള്ളത്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ പ്യൂർലി ഫോർ ദം, ഓക്കെ, നോട്ട് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഒരു പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിസർവേഷൻ എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംശയം മാറുന്ന എനിക്ക് തോന്നണേ. ഹിസ്റ്ററിക്കാർക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അല്ലേ? മേ ബി സം അതർ സബ്ജക്റ്റുകൾക്ക് അതിന്റെ ഒരു പാടില്ലാത്തതാണ്. ഹിസ്റ്ററി അല്ല, സോറി, റിസർവേഷൻ എന്തിനാണുള്ളത്? അത് ഓപ്പൺ കോട്ടയില് ആ കോട്ടയിലുള്ളവരോടാണ് മത്സരിക്കുന്നത്. കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കൺസേൺ ഉണ്ടായിട്ടല്ല. നിങ്ങൾ ആൾവേസ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളൊരു മാർക്കിനെ കുറിച്ച് തീരുമാനിച്ചിട്ട് അതിലേക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. കൃഷ്ണന്റെ പ്രിപ്പറേഷനിൽ എയ്ഫറിന്റെ ഒരു റോൾ എന്തായിരുന്നു? നല്ല റോളുണ്ട്. നല്ല റോളെന്ന് വെച്ചാൽ നന്ദി പറയാത്ത അത്രയും വലിയ റോളൊക്കെ ഉണ്ട്. ഞാൻ 2 ബാച്ചിലുണ്ടായിരുന്നു. ഈ ബാച്ചിലുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ടീച്ചിങ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 ബാച്ചിലും പ്രത്യേകിച്ച് ആഷിഖ് സാറ്, ഉണ്ണികൃഷ്ണൻ സാറ്, സഫൂറ മാമിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പുള്ള മാമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ JNU എന്നൊരു സ്കോളർ ഉണ്ടായിരുന്നില്ലേ, സാറിൻ്റെ പേര് ഞാൻ മറന്നു. ആ സാറിൻ്റെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളി ക്ലാസ്സുകളായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആഷിഖ് സാർ ഫസ്റ്റ് ടൈം മെൻറ്ററും കൂടി ആയിരുന്നു എൻ്റെ. അപ്പോൾ പുള്ളി ഓരോ ദിവസവും എന്താണ് ഡെയിലി ആക്ടിവിറ്റി തരും, ഓരോ പുസ്തകങ്ങൾ അയച്ചു തരും, ഇഗ്നുവിൻ്റെ മെറ്റീരിയൽസ് ഇങ്ങനെ കവർ ചെയ്യണം, എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള ടാക്ടിക്സ് പറഞ്ഞു തരും. പിന്നെ JRF ക്ലബ് ഒബ്വിയസ്ലി എല്ലാവരും പറയുന്നതെന്ന് എനിക്കറിയാം. JRF ക്ലബ് ഒരിക്കലും നിർത്തരുത്. അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സാധനം 100% ഉറപ്പാണ്, 200% ഉറപ്പാണ്. പേപ്പർ 1 ആയാലും ശരി, പേപ്പർ 2 ആയാലും ശരി, JRF ക്ലബ്ബ് നല്ല രീതിയിലാണ് സാധിച്ചത്. പേപ്പർ 2 എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഉണ്ടായിട്ടുള്ളത്. ആഷിഖ് സാറ് കുറച്ചും നല്ല രീതിയിൽ വിസ്തരിച്ചാണ് ക്ലാസ് എടുക്കും പുള്ളി. വേണ്ട കാര്യങ്ങൾ മാത്രം, അത് മാത്രം തന്നെ PYQ ഉണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് അടുത്ത എക്സാമിന് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ആ ക്യുമുലേറ്റീവ് ലേണിംഗ് ഇതിലെനിക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ റിസോഴ്സ്, വേറെ പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യം എനിക്ക് അത്ര അധികം തേടിപ്പോണ്ടി വന്നിട്ടില്ല. എന്നാലും ഇഗ്നുയും വായിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കാറൊക്കെ ഉണ്ട്. അതല്ലാണ്ട് തന്നെ വീഡിയോ കണ്ടന്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ തന്നെ കണ്ടന്റ് നല്ല രീതിയിൽ അയച്ചു തരാം. പിന്നെ സാറിൻ്റെ ക്ലാസ്സിന് പറയേണ്ട ആവശ്യം പറയാതിരിക്കില്ല. അടിപൊളി ക്ലാസ്സാണ്. പ്രത്യേകിച്ച് 5 AM
നമ്മുടെ JRF ക്ലബ്ബ്. പിന്നെ മാത്സിലൊക്കെ സാറ് നല്ല പുലിയായതുകൊണ്ട് അത് മാത്സൊക്കെ ഭയങ്കര കുറച്ച് വീക്കായിരുന്നു, അതൊക്കെ കവർ ചെയ്യാൻ നല്ല രീതിയിൽ. കൃഷ്ണൻ, നമ്മളെ ഹിസ്റ്ററി ലെറ്റർ ക്വസ്റ്റിനോടെയും തുടങ്ങുന്ന ആളുകൾക്ക് പലപ്പോഴും മെറ്റീരിയൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഹിസ്റ്ററി ബാക്കി സബ്ജക്റ്റുകൾ പോലെയുള്ള കുറച്ച് ക്ലാസിക് എന്നൊക്കെ പറയപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങളുള്ളതാണ്. ഞാൻ സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, ബിപിൻ ചന്ദ്ര, ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ കുറെ, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഇഗ്നോ മെറ്റീരിയൽസ്, ഇങ്ങനെ കുറെ. അതേസമയം ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ടുള്ള AI ടൂളുകൾ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയൊരു മെറ്റീരിയൽ റിലേറ്റഡ് കൺഫ്യൂഷൻ ഉണ്ട്. സോഴ്സ് കാരണം ബാക്കി സബ്ജക്റ്റുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി അറിയപ്പെടുന്ന സോഴ്സുകളുടെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഴ്സ് സെലക്ഷൻ എങ്ങനെ ആയിരിക്കണം? വാട്ട് വിൽ ബി ദ ബെസ്റ്റ് സ്ട്രാറ്റജി? സോഴ്സ് സെലക്ഷൻ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും പേപ്പർ 2ൻ്റെ ഇഗ്നു റിലേറ്റഡ് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇഗ്നു ആണ് കവർ ചെയ്യേണ്ടത്. ഇഗ്നുവിൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ ഈ ഗ്യാൻ കോഴ്സ് വെബ്സൈറ്റിൽ PDF ആയിട്ട് ഡൗൺലോഡും ചെയ്യാം. പക്ഷെ അത് തുറന്നാൽ അപ്പം തന്നെ ഉറക്കം പറ്റും. അതിനാണ് വേറെ AI ടൂളൊക്കെ വെച്ചിട്ട് ഞാൻ അത് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാനായതുകൊണ്ടായിരിക്കും എനിക്ക് ബോറടിച്ചത്. വേറെ ആൾക്കാർക്ക് പറ്റുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സഹായമായിരിക്കും അത്. അതിൽ തന്നെയാണ് കുറേ ശതമാനം ക്വസ്റ്റ്യൻസ് ഉണ്ടാവണമെന്നാണ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത്. പിന്നെ സഹായിക്കുന്നത് ഭൂപീന്ദർ സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഏർലി മിഡീവൽ ഇന്ത്യയിൽ പറയണത്. അതിൽ തന്നെ എല്ലാം വായിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ TVക്ക് അനലൈസ് ചെയ്യുമ്പോൾ റീജിയണൽ ഡൈനാസ്റ്റീസ് എന്നുള്ള ടോപ്പിക്കുണ്ട്. അത് അതിൽ നിന്ന് തന്നെയാണ് കുറേ, അതും വലിയ പുസ്തകം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോറിംഗ് ആണ്. അപ്പം അതെങ്ങനെ കവർ ചെയ്യുന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. ഫുള്ള് കവർ ചെയ്യലും പ്രശ്നമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പുസ്തകം അങ്ങനെ കൂടുതൽ ഞാൻ വായിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ഈ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം വായിച്ചിട്ടില്ല, അല്ലാണ്ട് നേരത്തെ വായിച്ചിട്ടുണ്ട്. ക്ലാസ് 2 പാർട്ടീഷനൊക്കെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ കുറേ പേഴ്സ്പെക്റ്റീവ്സ് കിട്ടാനായിട്ട് വളരെ സഹായിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നെറ്റ് ആദ്യം ക്വാളിഫൈ ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ പോകണം. അതിന് സഹായിക്കുക പുസ്തകങ്ങളാണ്. എന്തായാലും ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഹിസ്റ്റോറിയോഗ്രാഫി അതൊക്കെ അറിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ് 2 പാർട്ടീഷൻ പോലത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഒബ്വിയസ്ലി ബെനിഫിറ്റ് തന്നെയാണ്. അതല്ലാണ്ട് ഈ പരീക്ഷയ്ക്കുള്ള എന്താ പറയുക റിസോഴ്സ് അത്യാവശ്യം A4 തന്നെ കിട്ടുന്നതിനാണ് 100% ഗ്യാരണ്ടിയാണ്. അതിൽ തന്നെ അതിൽ പോരാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോസ് നമുക്ക് നോക്കാം. യൂട്യൂബ് വീഡിയോസിൽ നമുക്ക് സർക്കാരിൻ്റെ കുറച്ച് ചാനലുകളുണ്ടല്ലോ, ഹിസ്റ്ററി ചാനലുകളൊക്കെ ഉണ്ട്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റി IIT അതുപോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ എടുക്കുന്ന ഈ കണ്ടന്റുകളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ കവർ ചെയ്യാം. അതുപോലെ സ്വയം പോലെ തന്നെ സ്വയം, പക്ഷെ വേറെ പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബിൽ എൻ്റെ ക്ലാസ്സുകളൊക്കെ അത് വേണമെങ്കിൽ നോക്കാവുന്നൊക്കെയാണ്. പിന്നെ ഇതുപോലത്തെ മെറ്റീരിയൽ കളക്ഷൻസ് നോട്ട്ബുക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ പറ്റും. നോട്ട്ബുക്കാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഫ്രീ പ്രൊമോഷനാണ് ഗൂഗിളിൽ. എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞൊരു കേസാണ് അത്. ജെമിനിയും പക്ഷെ ജെമിനിയും ChatGPT എന്താ പ്രശ്നം വെച്ചാൽ അവര് ഫാക്ച്വൽ എറേഴ്സ് വരുത്തും. പക്ഷെ ഇതിപ്പോ ഞാൻ ചോദിക്കണം എന്ന് കരുതിയ സാധനം ഹിസ്റ്ററി കുട്ടികളൊക്കെ പലപ്പോഴും കാര്യം in a subject like history where factual things are important, to what extent they can rely on AI എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലൊക്കെ പറയാനുള്ളത് ChatGPTയും ജെമിനി ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സോഴ്സ് ഉണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേ സെയിം തന്നെയാണ് നോട്ട്ബുക്കിൽ നമ്മൾ ചോദിക്കലല്ലോ, നമ്മുടെ മെറ്റീരിയൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമുക്കുള്ളൊരു ബെറ്റർ ഫോർമാറ്റിലേക്ക് അവർ തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. എല്ലാം ആണല്ലോ. അപ്പോൾ പിന്നെ അവിടെ വേറെ ഫാക്ച്വൽ ആണ്, നമ്മുടെ സോഴ്സ് കറക്റ്റ് ആണല്ലോ, നമ്മുടെ PDF കറക്റ്റ് ആണല്ലോ മാത്രമേ ചോദ്യമുള്ളൂ. ഇഗ്നുവിൻ്റെ മെറ്റീരിയൽ തെറ്റുണ്ടെങ്കിൽ അവരുടെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ AI കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്താൽ, പിന്നെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ വിത്ത് 100% ഹിസ്റ്റോറിസിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ കിട്ടാറൊക്കെ ഉണ്ട്. ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി കാൻഡിഡേറ്റ്സ് ബാക്കിയുള്ള ആളുകളോടൊക്കെ കൃഷ്ണത്തിന് ലാസ്റ്റ് ആയിട്ട് എന്താ പറയുന്നത്? പറയാനുള്ളത്, നിങ്ങൾ A4 വിശ്വസിച്ച് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ A4 എന്തായാലും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകുന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. പക്ഷെ അവർ പറയണ പോലെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഹിസ്റ്ററി ആണെങ്കിൽ ആ മാം എന്താണോ പറയണത്, ഇപ്പോൾ സഫൂറ മാമാണ് എടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണം. സഫൂറ മാം ഡെയിലി ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ JRF ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും. അവിടെ റിസോഴ്സ് ഭംഗിയായിട്ട് അവിടെ ഉണ്ട്, TVയ്ക്കും നന്നായിട്ട് ഭംഗിയായിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്രോച്ച് കിട്ടും. പിന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് 100%. നമ്മൾ വെറുതെ പഠിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. പഠിച്ചാൽ എന്തായാലും മറക്കാൻ വേണ്ടിയാണ് പഠിക്കണം അല്ലേ.
സാറ് പറയാനുള്ള കാര്യമാണ്. സാറിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഠിക്കണതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ ഫോർഗെറ്റിങ്. അപ്പോൾ ആ സംഭവത്തെ ഫോർഗെറ്റ് ചെയ്യാതെ റികളക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് തന്നെ വേണം. അത് നല്ല രീതിയിൽ ചെയ്താൽ പിന്നെ അത്യാവശ്യം ടൈം ഇതിനകത്തേക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഒരു പ്രോബ്ലം. അതിന് റെഡി ആവുക. അതിനുള്ള ഒരു ക്ഷമ വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ. താങ്ക്സ്.